നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ശക്തമായ വാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് നിരവധി നടിമാരാണ്, അണിയറ പ്രവർത്തകരാണ്, നടന്മാരും മറ്റ് സിനിമാ പ്രവർത്തകരും പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. എന്നാൽ അതിൽ യുവതാരങ്ങൾ കൂടി ഉൾപ്പെടുന്നുവെന്നുള്ള നടുക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ പുറത്തു വന്ന വിവരം അനുസരിച്ച് നടൻ നിവിൻ പോളിക്കെതിരെയും പീഡനാരോപണവുമായി ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ്. നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വിദേശത്ത് വെച്ച് യുവതിയെ പീഡിപ്പിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എറണാകുളത്താണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞായിരുന്നു യുവതിയെ പീഡിപ്പിച്ചതെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കോതമംഗലം ഊന്നുകൽ പോലീസാണ് നടനെതിരെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ യുവതി പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ ഇടുകയായിരുന്നു. യുവതി നൽകിയ പരാതി അനുസരിച്ച് നിവിൻ പോളിയെ കൂടാതെ 4 അംഗ സംഘമാണ് ഈ പീഡനത്തിന് പിന്നിലുള്ളത്. മൊത്തം 5 പേരാണ് തന്നെ പീഡിപ്പിച്ചതായി യുവതി വെളിപ്പെടുത്തുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്, വിദേശത്താണെന്നുള്ള വിവരം മാത്രമാണ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കേസിന്റെ അന്വേഷണം ഇപ്പോൾ ലോക്കൽ പോലീസിന്റെ കയ്യിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ അന്വേഷണ വിവരം SITക്ക്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT സംഘം ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുമെന്നുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൂടാതെ മധ്യകേരളത്തിൽ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ പൂങ്കുഴലി IPS തന്നെ ആയിരിക്കും ഇതിനും നേതൃത്വം വഹിക്കുക. അടുത്ത ദിവസം തന്നെ യുവതിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിദേശത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത്. വിദേശത്തായതുകൊണ്ട് തന്നെ കേസെടുക്കാൻ അവിടെ വെച്ച് സാധ്യതയില്ലാത്തതിനാലാണ് നിലവിൽ കേരളത്തിൽ പരാതി നൽകിയിരിക്കുന്നതും. പെൺകുട്ടിയുടെ സ്വദേശമെന്ന് കരുതപ്പെടുന്ന സ്ഥലത്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും സിനിമാ മേഖലയെ സംബന്ധിച്ച് ഇത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം യുവ നടന്മാർക്കെതിരെയും ഗുരുതരമായ ആരോപണം തന്നെയാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇതുവരെയുള്ളൊരു കണക്ക് പരിശോധിച്ചാൽ സംവിധായകൻ രഞ്ജിത്ത്, നടൻ സിദ്ദിഖ്, മുകേഷ്, ഇടവേള ബാബു, ബാബുരാജ് തുടങ്ങി നിരവധി നടന്മാർക്കെതിരെ കേസെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെയും വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതേക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് സംഘത്തിന് നൽകിക്കഴിഞ്ഞു. DGPയുടെ ഓഫീസ് വഴി ഇനി ഇത് പ്രത്യേക സംഘത്തിലേക്ക് കൈമാറാനുള്ള നിർദ്ദേശം കൂടി നൽകും. ഇവരുടെ മൊഴിയെടുത്ത് തെളിവ് ശേഖരണം അടക്കമുള്ള നടപടികളിലേക്കാണ് ഇനി പോലീസിന് കടക്കേണ്ടതായിട്ടുള്ളത്. നേരത്തെ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിചയമുണ്ടായിരുന്നോ, ഈ പെൺകുട്ടി സിനിമാ മേഖലയുമായി പ്രവർത്തിച്ചു വരുന്നതായിരുന്നു, അങ്ങനെയുള്ള വിവരങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. അതുകൂടാതെ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട അധികൃതരുടെ വിവരങ്ങളൊന്നും, പ്രതികരണങ്ങളൊന്നും തന്നെ ഈ നിമിഷം നമുക്ക് ലഭ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.